ഓരോ മാസവും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ റിലീസ് നടക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് സ്പെർം പുറത്തു വരുന്നു. അവയെല്ലാം ഒരൊറ്റ എഗ് എത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരൊറ്റ സ്പെർം മാത്രമേ എഗ്ഗുടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയൂ. ആ സ്പെർം പ്രവേശിച്ചുടൻ മറ്റൊരു സ്പെർം ഉള്ളിൽ കടക്കാതിരിക്കാൻ എഗ് ഉടൻ തന്നെ സ്വയം അടച്ചു പൂട്ടുന്നു. എഗ്ഗിനുള്ളിൽ ബീജത്തിൽ നിന്നുള്ള DNA-യും എഗ്ഗിലെ DNA-യും കൂടിച്ചേരുന്നു. കൃത്യമായി ആ നിമിഷത്തിൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ കൃത്യമായ തുടക്കം. തുടർന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന എഗ് ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് യാത്ര തുടങ്ങുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എഗ് ബ്ലാസ്റ്റോസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയ കോശകൂട്ടമായി മാറുന്നു. 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസത്തോടെ ബ്ലാസ്റ്റോസിസ് അതിന്റെ പുറം ചട്ട പേടിച്ച് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പെട്ടെത്തി പിടിക്കുന്നു. ഈ പ്രക്രിയയെ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോഴാണ് കുഞ്ഞിന്റെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. ഏകദേശം 9 മുതൽ 12 ആഴ്ചകൾക്കുള്ളിൽ ഹൃദയം, തലച്ചോർ, നട്ടെല്ല്, കൈകൾ, കാലുകൾ എന്നിവ വ്യക്തമായ രൂപം പ്രാപിക്കാൻ തുടങ്ങുന്നു. ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ ഏകദേശം 40 ആഴ്ചയോടെ ജീവൻ പൂർണ്ണ വളർച്ചയെത്തുകയും ജനിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പുതിയ ജീവൻ, ഒരു കുഞ്ഞ് ലോകത്തേക്ക് വരുന്നത്.